കേരളത്തിലെ ലക്ഷക്കണക്കിന് മുതിർന്ന പൗരന്മാർ, വിധവകൾ, ഭിന്നശേഷിക്കാർ, കൃഷിത്തൊഴിലാളികൾ എന്നിവർ വർഷങ്ങളായി കാത്തിരുന്ന സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ അപ്ഡേറ്റുകളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണണം, കാരണം ഓരോ പോയിന്റും നിങ്ങളുടെ പെൻഷൻ കിട്ടുന്നതിനെ തുകയും നേരിട്ട് ബാധിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ക്ഷേമ പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000 രൂപയെ ഉയർത്താൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇനി മുതൽ ഓരോ ഗുണഭോക്താവിനും മാസം 3000 രൂപ ലഭിക്കും. ഇത് 1000 രൂപയുടെ വർധനവാണ്. പണപ്പെരുപ്പവും ജീവിത ചെലവും കൂടുന്ന സാഹചര്യത്തിൽ 2000 രൂപ കൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്ന പൊതുജന പരാതി കേട്ടാണ് സർക്കാർ ഈ തീരുമാനമെടുത്തത്. 3000 രൂപ എന്നത് കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ക്ഷേമ പെൻഷൻ തുകയാണ്. എന്നാൽ ഈ വർധനവ് ഉടനെ എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തില്ല. ഇതിനുള്ള പ്രാഥമിക നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഫണ്ട് അനുവദിക്കൽ, ബജറ്റ് ക്രമീകരണം, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്നീ കാര്യങ്ങൾ പൂർത്തിയായ ശേഷമേ പുതിയ തുക ലഭിക്കൂ. സാധാരണയായി ഇത്തരം വർധനവുകൾ ധനകമ്മി ഇല്ലാത്ത മാസത്തിലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതുകൊണ്ട് പെൻഷൻ വാങ്ങുന്നവർ ടെൻഷൻ ആകേണ്ടതില്ല. നിങ്ങളുടെ പെൻഷൻ നിൽക്കില്ല, കുറയില്ല. കിട്ടുന്ന 2000 രൂപ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. വർധനവ് വരുന്ന മാസം മുതൽ 3000 രൂപയായി കിട്ടും. ഈ പ്രക്രിയ വേഗത്തിൽ പൂർത്തിയാക്കാൻ ധനവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത 2-3 മാസത്തിനുള്ളിൽ നല്ല വാർത്ത കേൾക്കാം. ഈ 1000 രൂപ വർധനവ് കൊണ്ട് ഒരു മുതിർന്ന പൗരന് മാസം 12000 രൂപ അധിക വർഷത്തിൽ ലഭിക്കും. മരുന്ന് വാങ്ങാനും പാലും അരിയും വാങ്ങാനും ചെറിയ ചെലവുകൾക്കും ഇത് വലിയ ആശ്വാസമാകും. സർക്കാരിന്റെ ഈ തീരുമാനം കേരളത്തിലെ 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല. രണ്ടാമത്തെ പ്രധാന അപ്ഡേറ്റ് പെൻഷൻ മാനദണ്ഡങ്ങളിലെ മാറ്റമാണ്. പണ്ട് ചില കർശനമായ നിയമങ്ങൾ കാരണം യഥാർത്ഥത്തിൽ അർഹരായ പലർക്കും പെൻഷൻ കിട്ടിയിരുന്നില്ല. ആ പിഴവുകൾ തിരുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിവാദമായിരുന്ന ഒരു കാര്യം, വീട്ടിൽ AC ഉണ്ടെന്ന ഒറ്റ കാരണത്താൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടതാണ്. പല വീടുകളിൽ 10 മുതൽ 15 വർഷം മുമ്പ് വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് AC ഉണ്ടാകും. അത് ഓടുക പോലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ രോഗിയായ ഒരാൾക്ക് ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം വെച്ചതാകും. പക്ഷേ കമ്പ്യൂട്ടറിൽ AC ഉണ്ടെന്ന് കണ്ടാൽ പെൻഷൻ ഓട്ടോമാറ്റിക്കായി റദ്ദാകുന്നു. ഈ നിയമം ഇനി പരിശോധിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വെറും ACയുടെ പേരിൽ ആരെയും ഇനി പെൻഷനിൽ നിന്ന് ഒഴിവാക്കില്ല. വീടിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയും കുടുംബ വരുമാനവും ഭൂമിയും മറ്റ് ആസ്തികളും കൂടി പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കൂ. അതുപോലെ രോഗികൾക്ക് പ്രത്യേക ഇളവുകളും നൽകും. ക്യാൻസർ, വൃക്കരോഗം, ഹൃദയരോഗം, പക്ഷാഘാതം പോലെയുള്ള ഗുരുതര രോഗങ്ങളുള്ളവർക്ക് മാനദണ്ഡങ്ങളിൽ കുറച്ച് ഇളവ് ലഭിക്കും. ഉദാഹരണത്തിന് വരുമാന പരിധി അല്പം കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ഭൂമി ഉണ്ടെങ്കിലും ചികിത്സാ ചെലവ് കൂടുതലുള്ള രോഗികൾക്ക് പെൻഷൻ പരിഗണിക്കും. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. ഇതിന്റെ ഉദ്ദേശം ഒറ്റക്കാര്യം മാത്രമാണ്. അർഹനായ ഒരാൾ പോലും പുറത്തു പോകരുത്. അനർഹരായ ഒരാൾ പോലും അകത്ത് കടക്കരുത്. പണ്ട് AC ഉണ്ട്, ബൈക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയ 100 കണക്കിന് പാവപ്പെട്ടവർക്ക് ഇനി അവസരം ലഭിക്കും. അതേസമയം പണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമം ദുരുപയോഗം ചെയ്യുന്നത് സർക്കാർ തടയും. ഈ മാനദണ്ഡ മാറ്റം വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ വകുപ്പിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പുതിയ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഈ മാറ്റങ്ങൾ ഉൾപ്പെടുത്തും. മൂന്നാമത്തെ കാര്യം എല്ലാ പെൻഷൻകാർക്കും പ്രധാനപ്പെട്ടതാണ്, വാർഷിക മസ്റ്ററിംഗ്. പെൻഷൻ കിട്ടുന്ന ആൾ ജീവനോടെ ഉണ്ട് എന്ന് ഉറപ്പാക്കാനാണ് ഈ മസ്റ്ററിംഗ് നടത്തുന്നത്. ഇത് മരിച്ച ആളുടെ പേരിൽ പെൻഷൻ പോകുന്നത് തടയാൻ സഹായിക്കും. 2026 ഈ വാർഷിക മസ്റ്ററിംഗ് ജൂലൈ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ നടക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായ തീയതി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വഴി അറിയിക്കും. മസ്റ്ററിംഗിന് പോകുമ്പോൾ ആധാർ കാർഡ്, പെൻഷൻ പാസ്ബുക്ക് എന്നിവ കൊണ്ടുപോകണം. വിരലടയാളം എടുക്കാനോ ഫോട്ടോ എടുത്തോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. മസ്റ്ററിംഗ് നടത്താത്തവരുടെ പെൻഷൻ താൽക്കാലികമായി നിർത്തിവെക്കും. അതുകൊണ്ട് തീയതി കേൾക്കുമ്പോൾ മറക്കാതെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഇതിനൊപ്പം വലിയൊരു അപ്ഡേഷൻ കൂടി നടക്കുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേഷൻ. നിങ്ങളുടെ പെൻഷൻ ഏത് നമ്പറിലേക്കാണ് മെസ്സേജ് വരുന്നത്, ആ നമ്പർ മാറിയിട്ടുണ്ടെങ്കിലോ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ പഞ്ചായത്തിൽ പോയി പുതിയ നമ്പർ രജിസ്റ്റർ ചെയ്യണം. പെൻഷൻ കിട്ടിയെന്ന മെസ്സേജ്, മസ്റ്ററിംഗ് തീയതി, പുതിയ നിയമങ്ങൾ എന്നിവയെല്ലാം ഇനി ആ നമ്പറിലേക്കാണ് വരിക. ഈ വിവരം പെൻഷൻ വാങ്ങുന്ന എല്ലാവരിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.